ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ ഒരു ലൈഫ് അപ്ഡേറ്റ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി. ഞാനൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളുടെ തിരക്കായി. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ റുട്ടീനൊക്കെ ആകെ താറുമാറായി. അങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ റുട്ടീനൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതിനിറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ഞാനത് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ റൂമിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ ട്രിപ്പൊക്കെ പോകുന്നതിന് മുന്നേ ഫിൽം ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പൊന്നും കിട്ടാഞ്ഞപ്പോൾ അത് അപ്ലോഡ് ചെയ്യാത്തതായിരുന്നു. ഈ വീഡിയോ ശരിക്കും എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ ഭയങ്കര ബെഡ് റോട്ട് ആയിരുന്നു. കുറച്ച് പേഴ്സണൽ ചേഞ്ചസും അതുപോലെ തന്നെ കുറച്ച് റൂം മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റീഅറേഞ്ച്മെൻറ്റ്, അതൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെയ്തത് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ നിന്ന് മൂവ് ചെയ്യുകയാണ് കേട്ടോ. അത് ബെഡിൻ്റെയും ടേബിളിൻ്റെയും നടുക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കൺജസ്റ്റഡ് ഫീലിംഗ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യണമെന്ന് ഞാൻ കുറച്ചായി വിചാരിക്കുന്നു. ബട്ട് ടേബിളിൻ്റെ അടുത്ത് തന്നെ ആവും വേണം, എന്നാൽ അവിടെ സ്പേസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഡൗട്ട് കാരണമാണ് ഇതുവരെ മൂവ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ വെച്ച സ്ഥലത്ത് അധികം പ്രശ്നമില്ല. ഈ ഷെൽഫിൻ്റെ ലെഗ്സിനൊക്കെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാണാത്തൊരു ഭാഗത്ത്, കൈയെത്താത്തൊരു സ്ഥലത്ത് മാത്രം ഞാൻ അന്ന് പെയിൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ രണ്ട് കാലിൻ്റെ സൈഡുകളിൽ കൂടി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മൂവ് ചെയ്തപ്പോൾ അത് നല്ലോണം കാണുന്ന സ്ഥലത്തായപ്പോൾ അവിടെ മാത്രം ബ്ലാക്ക് പെയിൻ്റ് ഇല്ലാഞ്ഞപ്പോൾ എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ട്യൂബ് ഉണ്ടായിരുന്നു, അതിൻ്റെ ക്യാപ്പൊക്കെ പൊട്ടിയിട്ട് അതിങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അത് വേഗം ചെയ്തു, 2 സ്ഥലത്ത് മാത്രമേ ചെയ്യാനുള്ളായിരുന്നു. ഇനി നെക്സ്റ്റ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്, ഈ ടേബിളിൻ്റെ മുകളിൽ ഞാൻ വൈനൽ ഷീറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് മെസ്സി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ, ക്യാമറയിലൊക്കെ ഭയങ്കര ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ഞങ്ങൾ ഗേൾസ് ട്രിപ്പ് പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ, ഗോവയിലേക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഗോവൻ ട്രിപ്പിൻ്റെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കര ആൻസൈറ്റിയാണ്. കാരണം ഫോണിലല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ചാർജ് കഴിഞ്ഞാൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇനി അങ്ങനത്തെ ആ ഒരു സ്ട്രെസ് കാരണം ഞാൻ പിന്നെ വ്ളോഗ് ചെയ്യാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഫ്യൂ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് മെമ്മറിക്ക് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഫൺ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഗേൾസ് ട്രിപ്പാണ് പോയത്. പോയി വന്നപ്പോഴേക്കാണ് എൻ്റെ റുട്ടീനൊക്കെ ആകെ കൊളായത്. നമ്മളവിടെ നിന്ന് സ്കൂട്ടർ റെൻറ്റിനെടുത്ത് ഇങ്ങനെ കറങ്ങുമായിരുന്നു. അപ്പോൾ നല്ല വെയിലും ഭയങ്കര സൺ എക്സ്പോസ്ഡ് ആൻഡ് ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫേസ് പാക്ക് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിൻ്റെ ഗോ ടു ഫേസ് വാഷ് ആണ് കേട്ടോ. കാരണം ഇതങ്ങനെ നമ്മളെ സ്കിൻ അധികം ഡ്രൈ ആക്കാത്ത ഭയങ്കര ജെൻറൽ ആയിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ കുറച്ചായി ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഫേസ് വാഷ് പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ കൂടിയാണ്. കൂടാതെ 100% നീമിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ആര്യവേപ്പിലയുടെ ആൻറ്റി ബാക്ടീരിയൽ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും കേട്ടോ. ഫേസിലുള്ള 99.9% പിമ്പിൾ കോസിങ് ബാക്ടീരിയനെ കില്ല് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആദ്യം വെള്ളം ഉപയോഗിച്ച് മുഖം ഒന്ന് കഴുകി വെറ്റാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ജെൻ്റലി മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാട്ടർ കൊണ്ട് തന്നെ കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഇതൊരു ജെൻറൽ ക്ലെൻസറാണ് കേട്ടോ. ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട് ക്ലിയർ ആയി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ് കേട്ടോ. കൂടാതെ പാരബൻ ഫ്രീ ആണ്. സ്കിൻ ഫ്രണ്ട്ലി pH കൂടിയാണ് ഇതിന് വരുന്നത്. ഈ ഫേസ് വാഷ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക പോലുള്ള വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കൂടാതെ ഹിമാലയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി പോവുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി നോക്കൂ കേട്ടോ.
അങ്ങനെ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഞാൻ 2 ടീസ്പൂൺ തൈരാണ് എടുത്തത്. ഓറഞ്ച് പീൽ ഫേസ് മാസ്ക് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. അത് തുറന്നു കഴിഞ്ഞാൽ ഓറഞ്ച് ഫ്ലേവേർഡ് വേഫറൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. ഇത്രയും നല്ല സ്മെല്ലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് നല്ല വെയിലും ഉണ്ട്, ഓറഞ്ചസും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊടിച്ച് ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു. ഐ റെക്കമെൻഡ് ഇറ്റ്. നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെയും ഡ്രൈ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ തേനും കൂടി ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കണ്ണാടി പോയി നോക്കിയപ്പോഴാണ് ആകെ ഡേർട്ടി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഫേസ് പാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പാക്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് വാഷ് ചെയ്ത് കളയാം. ജസ്റ്റ് വാട്ടർ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴുകാൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് വെള്ളം കൊണ്ട് എല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞു. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം. ഓറഞ്ച് പീൽ ഫേസ് മാസ്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. പക്ഷേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണെന്നൊക്കെ. അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേബിൾ മേക്ക് ഓവറിൻ്റെ പകുതിക്കാണല്ലോ നമ്മൾ ഗോവ കഥയൊക്കെ പറയാൻ പോയത്. അപ്പോൾ ഇത് ഗോവയ്ക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് അത് തിന്നറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വുഡൻ ഡിസൈൻ വരുന്ന ഈ ഒരു ഷീറ്റ് ടേബിളിൻ്റെ മുകളിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. വൈറ്റ് തന്നെ ആക്കണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വൈറ്റ് ഇനിയും ഇതുപോലെ ചളിയായി കേടുവരൂലേ. അങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റ് ചൂസ് ചെയ്തത്. ഈ വുഡൻ പ്രിൻ്റ് തന്നെ ഡാർക്ക് കളറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എസ്തെറ്റിക്കലി പ്ലീസിങ് ഈ ഒരു ഷെയ്ഡാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ. അധികം കട്ടിയില്ലാത്ത ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബബിൾസ് കയറിക്കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് സ്ട്രെയിറ്റായിട്ട് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനത് 2 റോളാണ് വാങ്ങിയത്. അപ്പോൾ ഒരു ലെയർ ചെയ്ത സമയത്ത് ഇതുപോലെ ബബിൾസ് കയറി ഒരു വൃത്തിയില്ലാണ്ടായപ്പോൾ ഞാനത് കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 റോളും കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടേബിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കീറിപ്പോയതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവുമായിരുന്നു. ഇതിൽ കാര്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ, വൈറ്റ് കളർ ഷീറ്റ് ഉണ്ട്. ഇത് സ്റ്റിക്കറായിട്ട് വരുന്ന കാരണം ഇതിൻ്റെ ബാക്കിലൊരു വൈറ്റ് കളർ ഷീറ്റ് ഉണ്ട്. അത് ആദ്യം തന്നെ എടുത്ത് ഫുള്ള് കളയരുത് കേട്ടോ. അത് ഒട്ടിക്കുന്നതിനനുസരിച്ച് ഗ്രാജ്വലി ഇങ്ങനെ പതുക്കെ അതിങ്ങനെ വലിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എയർ കയറുന്നതൊക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഈ സൈഡ്സും കോർണേഴ്സൊക്കെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കോർണർ കറക്റ്റായിട്ടല്ല ഒട്ടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഒട്ടിക്കണേ. എൻ്റെ ടേബിൾ വാളിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ സൈഡ്സ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എക്സസൈറ്റ് അവിടെ വെച്ചിട്ട് അത് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ടേബിൾ ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അത് ഫുള്ള് കവർ ചെയ്യാനുള്ള ഷീറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതിന് മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് ബബിൾ കയറിയപ്പോൾ ഞാൻ അവിടെ കീറി കളഞ്ഞിട്ട് രണ്ടാമത് ഒട്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് എക്സസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വൈറ്റ് ആയിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഇനി ബാക്കി എല്ലാം അറേഞ്ച് ചെയ്യാം ടേബിളിൽ.
ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഈ സൈഡിലേക്ക് മാറ്റിയാലോ എന്നിങ്ങനെ ഒന്ന് ആലോചിച്ചു. ബട്ട് അത് ടു ടൈനി സ്പേസ് ആയതുകൊണ്ട് പിന്നെ അവിടെ വെക്കണ്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. എൻ്റെ ഒറിജിനൽ പ്ലേസിലേക്ക് തന്നെ മൂവ് ചെയ്തു. ഇനി ബാക്കി നമ്മളുടെ പെൻ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യണം. ഈ ഒരു ക്യാലണ്ടർ ഞാൻ A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഞാൻ റീൽസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയ ഒരു ക്യാലണ്ടർ ആയിരുന്നു ഇത്. അവരെൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ ആ ക്രിയേറ്റർ ആരായിരുന്നു എന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. അവരുടെ യൂസർ നെയിം ഒന്നും ഞാൻ എവിടെയും സേവ് ചെയ്ത് വെക്കുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കാൻ അവരുടെ യൂസർ നെയിം എനിക്കറിയില്ല. Okay guys, we are absolutely freezing outside. Today I'm going to be making my do something hot pot. So first, not Korea. A lot of you guys think I am. ഇതൊക്കെ കാശ്മീരും താജ്മഹലൊക്കെ കാണാൻ പോയപ്പോൾ വാങ്ങിച്ച ഓരോ സൂവനീഴ്സാണ് കേട്ടോ. ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഞാനതൊക്കെ ഒരു ബോക്സിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. അപ്പോൾ എൻ്റെ ഷെൽഫ് മെറ്റൽ ഷെൽഫാണ്. അപ്പോൾ ഷെൽഫിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇപ്പോൾ അത്. എൻ്റെ വിഷൻ ബോർഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഒട്ടിക്കണം. ഞാൻ വിഷൻ ബോർഡിൽ എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ട്രാവൽ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഈ ക്രോഷേൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വേറൊരാൾ സെൻഡ് ചെയ്ത് തന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഉണ്ടാക്കാൻ പഠിക്കുന്നതായിരുന്നു. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കുകയും ചെയ്തു. അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ടേപ്പ് വെച്ച് കവർ ചെയ്യുകയും ചെയ്തു. ഈ ചാർട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് എൻ്റെ വിഷൻ ബോർഡ് ഇവിടെ ഒട്ടിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇത് ഞാൻ ചാർട്ട് ഒട്ടിക്കാൻ പിന്നെ വേറെ സ്ഥലം ഇല്ലാണ്ടാവും. അപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെ ചെയ്യണോ? അതാണോ ഇവിടെ കൂടുതൽ മാച്ച്? അറിയില്ല. ഇപ്പം എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ആ ചാർട്ട് മേ ബി കുറച്ച് സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ഒട്ടിച്ച് ഒന്നുകൂടി ഭംഗിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. വെറുതെ സ്റ്റിക്കറൊക്കെ ആദ്യമൊന്നും ഞാൻ സ്റ്റിക്കർ ഉപയോഗിക്കുകയില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ എടുത്ത് വെക്കാറായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും കയറി പലതും ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.